ഹലോ, അപ്പം വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ സിമ്പിളായിട്ടൊരു 4 മണി പലഹാരത്തിൻ്റെ ഒരു ജസ്റ്റ് റെസിപ്പി കാണിച്ചു തരാമേ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ട 3 കാര്യമേ ഉള്ളൂ. 2 മുട്ട, പിന്നെ ഒരു ചപ്പാത്തി, റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടെങ്കിൽ അത്, അല്ലാത്ത നോർമൽ ചപ്പാത്തി ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ സവാള, പച്ചമുളക്, മയോണൈസ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. സോ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. കോളേജിൽ നിൽക്കുന്നവർക്കോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കോ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. സോ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 സവാളയും പിന്നെ ഒരു 4 മുട്ടയാണ് കേട്ടോ. പിന്നെ ഇതാണ് ചപ്പാത്തി. ഇപ്പം എൻ്റെ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ടാക്കിയ ചപ്പാത്തി ആണല്ലോ ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഹോസ്റ്റലിലൊക്കെ ഉള്ളവർക്ക് ഇതായിരിക്കും എളുപ്പമേ. അപ്പം ഇതാണ് നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒണിയൻ അരിഞ്ഞിരിക്കുന്നത് ഈ ഹാഫ് മൂൺ ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ അത് അപ്പോൾ എനിക്ക് ആ ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്യാനായതുകൊണ്ട് അങ്ങനെ അരിയാൻ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പാനിലേക്ക് കുറച്ച് എണ്ണ, അതേത് കുക്കിംഗ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് പാം ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സവാളയുടെ ആ ഒരു കറുമുറ ഇത് മാറരുത് കേട്ടോ. ഒത്തിരി വേവണ്ട, കുറച്ച് ലൈറ്റായിട്ട് വെന്താൽ മതി. പിന്നെ മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. അപ്പോൾ സവാള ഇങ്ങനെ നന്നായിട്ട് വെന്തങ്ങ് ഉടയണ്ട, അതിന് മുന്നേ നമുക്ക് എടുക്കാം കേട്ടോ. മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കുക. ഈ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുക. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. ജസ്റ്റ് ഈ ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മയോണൈസും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, വേണ്ടവർക്ക് മതി. പിന്നെ ഈ മയോണൈസ് ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വരും കേട്ടോ, പിമ്പിൾസ്. സോ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 റോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 2 മയോണൈസ് ഉള്ളത്, ഈ 2 മയോണൈസ് ഇല്ലാത്തത്. അച്ഛനും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. അമ്മയും പേരപ്പനും കഴിക്കില്ല. സോ ഞങ്ങൾക്ക് 2 പേർ കൂടെ 4. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ ട്രൈ ചെയ്തു. 3 ഇൻഗ്രീഡിയൻ്റ്: സവാള, മുട്ട, ചപ്പാത്തി, ഈ 3 സാധനങ്ങൾ, പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി. സോ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പുതിയതായിട്ട് കാണുന്നവർ ട്രൈ ചെയ്ത് ബെസ്റ്റ്, അടിപൊളിയാണ്. ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ചേട്ടാ.